നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. മഹാവികാസ് അഘാദി സഖ്യം 288 സീറ്റുകളിലും വ്യക്തമായ പ്ലാനോടുകൂടിയാണ് നീങ്ങുന്നത്. 200-ൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ഉറപ്പാണ് എന്നാണ് ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായി പ്രതിപക്ഷത്തെ വേട്ടയാടാനും അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ കൊടുക്കാതിരിക്കാനും എന്നാൽ പരമാവധി നികുതി വെട്ടിപ്പ് നടത്താനും ഒക്കെ മുൻകൈയെടുക്കുന്ന കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നവർക്കും ഇതൊരു മറുപടി ആയിരിക്കണം എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ശിവജി പാർക്കിൽ വീണ്ടും ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം നിരവധി തവണ മുംബൈയിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഉദ്ധവ് താക്കറെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയായിരുന്നു. അതിന് കാരണമാകുന്നത് ശിവസേന എന്നാണോ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായത് അന്നു മുതൽ BJPക്ക് വെപ്രാളമാണ്. ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിയെ എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന വലിയ ചോദ്യം ആദ്യം ഉന്നയിച്ചെങ്കിൽ പിന്നെ രണ്ടാമത് ശിവസേനയെ പിളർക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഉദ്ധവ് താക്കറെ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ശിവജിയുടെ പിൻഗാമികൾ തന്നെയാണ്. എന്നാൽ അതിനർത്ഥം ഞങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്നു എന്നല്ല. ഞങ്ങൾ സഹിഷ്ണുതയും സ്നേഹവും പഠിച്ചിട്ടുണ്ട്. അത് ശിവജിയിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഹിന്ദുയിസം എന്നത് വെറും രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കുന്ന ഹിന്ദുയിസമാണ്. അതിനോട് ഞങ്ങൾക്കൊരിക്കലും അനുകൂലിക്കാനോ അതിനെ പുകഴ്ത്താനോ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ BJP കെട്ടുകെട്ടുന്നത് വരെയും ഞങ്ങൾ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും BJP ശത്രുപക്ഷത്ത് നിർത്തി ടാർഗറ്റ് ചെയ്യുന്നത് സഞ്ജയ് റാവത്തിനെയാണ്. കാരണം അദ്ദേഹമാണല്ലോ മഹാവികാസ് അഘാദി സഖ്യമുണ്ടാക്കിയ സൂത്രധാരൻ. തീർച്ചയായും ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളെയും വിഫലമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ GDP ഉള്ള സംസ്ഥാനം എന്ന രീതിയിൽ ഇപ്പോഴും മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ BJP കൊടുക്കുന്നില്ല. ദേവേന്ദ്ര ഫട്നാവിസിന് അധിക നാൾ മുന്നോട്ട് ഇത്തരത്തിൽ BJPയുടെ നേതാവായി പോകാൻ കഴിയില്ല. നിതിൻ ഗഡ്കരി കൃത്യമായി തന്നെ പറഞ്ഞു, മഹാരാഷ്ട്രയിൽ BJPക്ക് വലിയ രീതിയിലുള്ള ദുരന്തമാണ് കാത്തിരിക്കുന്നത്. അതവർ ചോദിച്ചു വാങ്ങാനിരിക്കുകയാണ്. പങ്കജ മുണ്ടെ BJP വിടുന്നതോടുകൂടി തകർച്ച പൂർണ്ണമാകുന്ന സാഹചര്യമാകും. പങ്കജ മുണ്ടെയും പ്രഥം മുണ്ടെയും ഒക്കെ അവഗണിച്ചുകൊണ്ട്, മുണ്ടെ പരിവാറിനെ അവഗണിച്ചുകൊണ്ട് BJPക്ക് OBC വോട്ടുകൾ ഒരിക്കലും കിട്ടുകയില്ല. OBC വിഭാഗം BJPയെ കൈവിട്ട് കഴിഞ്ഞാൽ, അവർ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എല്ലാ ശക്തമായ പ്രചരണവും നടത്തിക്കഴിഞ്ഞാൽ പിന്നെ BJPക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. ഫട്നാവിസിൻ്റെ കട്ടയും പടവും മടങ്ങുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.